വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ഹരിപ്പാട് നിന്ന് വരുന്ന വാർത്തയാണ് നമ്മളുടെ ടോപ്പിക്. ഇന്ന് രാവിലെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഹരിപ്പാട് ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീവത്സം എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് അവരുടെ കടയ്ക്ക് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു സർബത്ത് കട രാത്രിക്ക് രാത്രി ഇടിച്ചു നിരത്തിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത. ഈ ഒരു വിഷയത്തിൽ പോലീസ് ആദ്യം കേസെടുക്കാണ്ട് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നതിനെ തുടർന്നാണ് നമ്മുടെ കേരള പോലീസ്, അതും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്വന്തം നാട്ടിലെ പോലീസുകാർ കേസെടുക്കാണ്ട് തയ്യാറായത് എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ പുറത്തേക്ക് വന്ന വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഹരിപ്പാട് ടൗണിലാണ്. ടൗണിൽ ഇവിടെ നമുക്ക് ശ്രീവത്സം എന്ന ഈ തുണിക്കട കാണാം. ഈ തുണിക്കടയോട് ചേർന്ന് ഇവിടെ മറ്റൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. വളരെ കാലം ഹരിപ്പാട് പ്രവർത്തിച്ചിരുന്ന വീണ എന്നുള്ളൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ഈ കെട്ടിടം ഈ ശ്രീവത്സം ഗ്രൂപ്പ് വാങ്ങിയിരുന്നു. ശ്രീവത്സം ഗ്രൂപ്പ് വാങ്ങുമ്പോൾ ഇവിടേക്ക് വന്നാൽ, സുഭാഷ് ഇവിടേക്ക് വന്നാൽ ഇവിടെ ഒരു ചെറിയ പെട്ടിക്കട, അതായത് ഈ പഴയ കെട്ടിടത്തോട് ചേർന്നൊരു ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നു. അത് അശോകൻ എന്ന് പറയുന്ന ഇവിടുത്തെ നാട്ടുകാരനായ ഒരാളുടെ ഒരു ചെറിയ പെട്ടിക്കട, ഏതാണ്ട് ഒരു കഷ്ടിച്ചൊരു 1/2 സെന്റ് എന്നൊക്കെ പറയാവുന്ന അത്ര സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ ആ പെട്ടിക്കടയുടെ ബാക്കി നമുക്ക് കാണാം. ആ പെട്ടിക്കട ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമസ്ഥാവകാശം അയാൾക്ക് ആധാരപ്രകാരം ഈ അശോകൻ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടായിരുന്നതാനും. അപ്പോൾ അങ്ങനെ ഉടമസ്ഥാവകാശമുള്ള ഒരു കെട്ടിടമാണ്. പക്ഷേ ഈ ശ്രീവത്സം ഗ്രൂപ്പ് ഈ ബാക്കി കെട്ടിട ഭാഗം വാങ്ങുമ്പോൾ ഇവിടെ ഒരു പെട്ടിക്കട ഉള്ളത് അവരുടെ ഒരു വികസനത്തിന്, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ കെട്ടിടത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഷോയ്ക്കൊക്കെ ഒരു കുറവ് വരും. അതിൻ്റെ ഒരു കാഴ്ച ഒരു പ്രശ്നം, അവരുടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം എന്നുള്ള നിലയിൽ അതൊരു അവരുടെ കണ്ണിൽ ഒരു കരടായി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടി ഒരു സംഘം ആളുകൾ വന്ന് ഈ പഴയ കെട്ടിടം പൊളിക്കുന്നതിൻ്റെ മറവിൽ ഈ അശോകൻ്റെ പെട്ടിക്കട ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായിട്ടും അങ്ങ് പൊളിച്ച് നീക്കിക്കളഞ്ഞത്. സ്വന്തം ഭൂമിയിൽ പണം മുടക്കി ഒരു വ്യക്തി ഒരു കടമുറി തുടങ്ങുന്നു. ആ കടമുറിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉപജീവനം നടത്തുവാനായിട്ടുള്ള ഒരു ബിസിനസ് അദ്ദേഹം നടത്തുന്നു. അദ്ദേഹം പോലും അറിയാതെ ഒരു രാത്രി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുകാർ ഈ ഒരു കടമുറി പൊളിച്ചു നീക്കുന്നു. ആ ഒരു കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ ആദ്യമേ കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരള പോലീസ് ഈ നാട്ടിലെ സാധാരണക്കാരനൊപ്പമാണോ എന്നൊരു കാര്യത്തിൽ വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും ഈ നാട്ടിൽ നടക്കുമെന്നുള്ളതിന് ഒരു തെളിവാണ്. ഇപ്പോൾ ഈ അശോകൻ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നാട്ടുകാരുടെയും അശോകൻ എന്ന് പറയുന്ന ആ ഒരു കടയുടമയുടെയും പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. എനിക്ക് പറയാൻ എൻ്റെ ജീവിതമാർക്കെ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഒരു ഗുണ്ടകളൊക്കെ വിട്ട് എന്നെ ശല്യപ്പെടുത്താറുണ്ട്. മാറണം. ഞാൻ നിൽക്കുന്ന ഹരിപ്പാട് ഏഴിക്കകത്ത് ജംഗ്ഷനാണ്. അതായത് ഹരിപ്പാട് നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു കടയായിരുന്നു. അതായത് എല്ലാവരും ശീതളപാനീയം, സർബത്തൊക്കെ കുടിക്കാൻ വരുന്ന വളരെ തിരക്കേറിയ കട. ആ കടയുടെ തൊട്ട് പിന്നിലായി നമുക്ക് കാണാം വലിയൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, ശ്രീവത്സം സിൽക്സ്. അവരെന്താണ് ഇത് സംബന്ധിച്ച് അവരോട് പലതവണ വിളിച്ചുവെങ്കിൽ അവർ വിശദീകരണം നൽകിയിട്ടില്ല. എന്താണെങ്കിലും ഇത് അശോകൻ ചേട്ടന്റെ ആരോപണം, ഈ കട ഇവിടെയുള്ള ശ്രീവത്സം എന്ന ഈ വലിയ ടെക്സ്റ്റൈൽസിന്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. വർഷങ്ങളായി ഈ ടെക്സ്റ്റൈൽസ് മുന്നേ തന്നെ ഇവിടെ പ്രവർത്തിച്ച കെട്ടിടമാണ്, അദ്ദേഹത്തിന്റെ കടയാണ്. ഇത് കഴിഞ്ഞ രാത്രി, ഒറ്റ രാത്രി കൊണ്ട് ഗുണ്ടകൾ ഇവിടെ എത്തി ബുൾഡോസർ കൊണ്ട്, JCB കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നിലംപരശാക്കി കളഞ്ഞു. അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികൾ പോലും മാറ്റാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നഗരസഭയ്ക്ക് യഥാക്രമം ടാക്സ്, നികുതിയൊക്കെ അടച്ച് വർഷങ്ങളെ അദ്ദേഹത്തിന്റെ അച്ഛനപ്പൂപ്പൻ കാലം തൊട്ട് നടപ്പിലാക്കിയ കടയാണ്. എനിക്ക് പറയാൻ എൻ്റെ ജീവിതമാർക്കെ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഒരു ഗുണ്ടകളൊക്കെ വിട്ട് എന്നെ ശല്യപ്പെടുത്താറുണ്ട്. മാറണം. അവർ പൊളിക്കാൻ എന്താണ് കാരണം? നിങ്ങളോട് ഇത് മാറാൻ പറഞ്ഞിരുന്നു? മാറാൻ പറഞ്ഞാൽ പലപ്പോഴും മാറാൻ പറഞ്ഞത് എന്റെ സ്വന്തമായിട്ട് ഞാൻ പറയും, എന്റെ ഉപജീവന മാർഗം ഇത്, വേറെ മാർഗമൊന്നുമില്ല എനിക്ക് ജീവിക്കാൻ. സ്വന്തം സ്ഥലമല്ലേ? സ്വന്തം സ്ഥലമാണ്. രാത്രി രാമായണം അവന്മാർ പൊളിക്കുമായിരുന്നു ചെയ്തത്. അവരുടെ ഫ്രണ്ടേജ് അവർക്ക് കിട്ടണം കട, അമ്മ ഫ്രണ്ട് ഇരിക്കില്ല, അവർക്ക് തടസ്സമാകുന്നു. അതാണ് അവർ പറയുന്നത്. അതെന്ന് പറയുന്നത് വളരെ ബോധപൂർവമാണ്. ഈ നമ്മുടെ തുറുപ്പുകുല സിനിമയിലെ ഒരു കഥാപാത്രം ഇതുണ്ടല്ലോ, മുമ്പിലെ തട്ടുകട, അതെ, അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ തുറുപ്പുകുല സിനിമയിലെ ഒരു ഭീമൻ രഘുവിന്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അത്തരം ഒരു കഥാപാത്രത്തെ ഇവര് ഉപയോഗിച്ചിട്ട് രാത്രിയിൽ അവരിത് ഇടിച്ചു നേർത്തുക, ഗുണ്ടകൾ ഉൾപ്പെടെ വന്ന് ഇടിച്ചു നിരത്തിയതാണ്. ഇത് പാവപ്പെടുത്തവൻ അവന്റെ അച്ഛൻ മുതലേ ഇവിടെ ഇരുന്നതാണ്. ആകെ 1/2 സെന്റേ ഉള്ളൂ.
ഇത് വളരെ ബോധപൂർവമാണ്. മറ്റേത് ഇടിച്ചു നിരത്തുമ്പോൾ ഇത് ഇടിച്ചിടുക. പിന്നീട് പുനഃസ്ഥാപിക്കാൻ കഴിയത്തില്ലല്ലോ. ആകെ അരസെന്റല്ലേ ഉള്ളൂ. എങ്ങൊന്നും അനുവാദം കിട്ടത്തില്ലല്ലോ പുതിയ ഇത് വെക്കാൻ. അപ്പൊ അത് ബോധപൂർവ്വം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഇടിച്ചിടുകയും യവനെ ഇവിടുന്ന് പറിച്ചു കളയുകയും ചെയ്യുക എന്നുള്ളത്. പാവപ്പെട്ടവനല്ലേ, സമ്പത്ത് ഇഷ്ടം പോലെ. സോ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അരസെന്റ് ഭൂമിയിൽ വീണ്ടും ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഈ പറയുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്നൊന്നും പെർമിഷൻ കിട്ടില്ല എന്ന ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ശ്രീവത്സം ഗ്രൂപ്പ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. എന്തായാലും ഇതിനകത്ത് ഈ ഒരു നാട്ടുകാരൻ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ തുറുപ്പുകുലാൻ സിനിമ അനുസ്മരിപ്പിക്കുന്ന വിധം തന്നെ ഉള്ളൊരു കാര്യമാണ്. ആ ബാറിന് മുന്നിലുള്ള തട്ടുകട അവർക്കൊരു അരോചകമായിട്ട് തോന്നുന്നു. അത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി വന്ന് ആ ബാറിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ആ തുറുപ്പുകുലാൻ സിനിമയിലൂടെ കണ്ടതാണ്. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരന് ജീവിക്കാണ്ട് ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ നാട്ടുകാരെ സമ്മതിച്ചെടുക്കണം. അവർ ഈ പാവപ്പെട്ടവനൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തയും കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. എന്തായാലും എനിക്ക് നമ്മുടെ ഹരിപ്പാട് നിവാസികളോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് നിങ്ങൾ വസ്ത്രങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഈ പാവപ്പെട്ടവൻ്റെ കുടുംബം ഇന്ന് അനുഭവിച്ച മനപ്രയാസം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. കാരണം മറ്റൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ കഞ്ഞികൂടി മുട്ടിച്ചിട്ടാണ് അവനവിടെ തുണിക്കച്ചവടമായിട്ടിരിക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും ഓർക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഓണക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. സോ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരു ദിവസം ഒരു സാധാരണക്കാരൻ്റെ കഞ്ഞികൂടി മുട്ടിച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് വേണോ ഓണം ആഘോഷിക്കാനായിട്ടുള്ള വസ്ത്രങ്ങൾ എടുക്കാനെന്ന്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ എനിക്കിതിരെ വല്ല കംപ്ലൈൻറ്റോട് പോയാൽ എനിക്ക് ഉണ്ടാക്കില്ല. ഞാനത് തുറന്നു പറയുകയാണ്. എന്നാലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഒരു സമവായം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വാർത്ത കൂടെ കണ്ടുനോക്കാം. ഇവർ പറയുന്ന ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്ന നമ്മൾ പറഞ്ഞ ഡിമാൻഡെല്ലാം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ ഒന്നും ഇവർ നമ്മൾ പറയുന്ന അഭിപ്രായമെല്ലാം അവർ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവിടെ കടമുറി വീണ്ടും കെട്ടിത്തരും. ആ കടമുറി പണിയുന്നിടം വരെ താൽക്കാലികമായി ഇന്ന് തന്നെ അവർ ഷെഡ് വെച്ച് ചേട്ടന് കൊടുക്കും. അവിടുത്തെ കറണ്ട് സംവിധാനം എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അവർ അത് ലീഗലായി എഗ്രിമെന്റ് എഴുതും. ഒരു കോമ്പൻസേഷൻ തുക നിശ്ചയിച്ചിട്ടുണ്ട്. ആ കോമ്പൻസേഷൻ തുകയ്ക്ക് പകരമായി കെട്ടിടം വെച്ച് തരും, ചേട്ടന്റെ സ്ഥലത്ത് തന്നെ വെച്ച് തരുമെന്നുള്ളത് എഗ്രിമെന്റ് ആക്കി അവർ രജിസ്റ്റർ ചെയ്ത ആ എഗ്രിമെന്റ് തരും. ഇന്ന് തന്നെ ടെമ്പററി വെക്കും. അതിന് സ്വാഭാവികമായിട്ട് മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് പെർമിഷൻ ഒക്കെ എടുക്കണമല്ലോ, സാങ്കേതികമായ കാര്യങ്ങളൊക്കെ. ഇന്ന് തന്നെ അത് എഗ്രിമെന്റ് ആക്കും. ടെമ്പററി ഷെഡും ഇന്ന് തന്നെ വെക്കും. സോ ഇതാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വന്നിരിക്കുന്ന ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ്. എന്തായാലും ഈ ഒരു വിഷയം നല്ല രീതിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ കഞ്ഞികൂടി മുട്ടിച്ചിട്ടല്ല നിങ്ങൾ ആരും തുണിക്കച്ചവടവും മറ്റ് വലിയ ബിസിനസ്സുകളായിട്ടൊക്കെ രംഗത്തിറങ്ങേണ്ടത്. മനസ്സിലായോ? ഈ നാട്ടിലെ ഓരോ സ്ഥാപനങ്ങളും പരസ്പരം കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ അവയെല്ലാം നിലനിന്ന് പോകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതൊന്ന് മനസ്സിലാക്കുക. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാലും ഹരിപ്പാടുകാരോട് എനിക്കിപ്പോഴും പറയേണ്ട ഒന്നേ ഉള്ളൂ, ഈ ഓണം നിങ്ങൾ വസ്ത്രം എടുക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശരി എന്നാൽ ബൈ.